മോളിൽ നിന്ന് ഇവിടുന്ന് വെള്ളം വന്ന് വീണിട്ട് ഫുള്ള് ഫ്രീസ്, ഐസ് തന്നെ ഫുള്ള്. നമ്മുടെ ഈ ഇരിക്കുന്ന സീറ്റിൻ്റെ മുകളിലും ഫുൾ ഐസായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ശരിക്കും നമ്മുടെ ആ ഓണർ നല്ലൊരു കമ്പനി ആയിരുന്നു കേട്ടോ, നല്ല അടിപൊളി മനുഷ്യനാണ് ആൾ. നല്ല രീതിയിൽ വർത്തമാനം പറഞ്ഞു എന്നോട്. ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു വലിയൊരു വയനായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ആൾ വളരെ നീറ്റ് മനുഷ്യനാണ്. എനിക്ക് രാവിലെ തന്നെ ഒരു കോഫിയും കാര്യങ്ങളൊക്കെ തന്നു. അതുകൊണ്ടാണ് നല്ലതെന്ന് പറയണതല്ല, ആൾ അടിപൊളി മനുഷ്യനാണ്. എന്തായാലും വർത്തമാനം പറഞ്ഞ ആളായിട്ട്. പിന്നെ നമ്മൾ ഇന്നലെ നിന്ന റൂമുണ്ടല്ലോ, അതാൾ പറയാ ഒരു ടെററിസ്റ്റ് വന്ന് നിന്നായിരുന്നു. ടെററിസ്റ്റ് നിന്നായിരുന്ന റൂമായിരുന്നു അത്. അതായത് നമ്മൾ നിന്നായിരുന്ന റൂം ഒരു 2 വർഷം മുന്നേ ഒരു ടെററിസ്റ്റ് നിന്നായിരുന്ന റൂമായിരുന്നു ഒന്ന്. എന്നിട്ട് അവിടെ വന്നിട്ട് ആർമിക്കാർ വന്നിട്ട്, ബംഗ്ലാദേശ് ടെററിസ്റ്റ് ആയിരുന്നു അത്ര. എന്നിട്ട് അവിടെ വന്നിട്ട് ആർമിക്കാർ വന്നിട്ട് ഫുള്ള് കവർ ചെയ്തിട്ട് ഫുൾ മാപ്പ് ചെയ്തിട്ടൊക്കെ വന്ന് പിടിക്കായിരുന്നു ഒന്ന്. ഭയങ്കര ഇതായിരുന്നു ഒന്ന്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, കഥകളല്ല, ഉണ്ടായ കാര്യങ്ങളൊക്കെ എന്നോട് കുറേ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ 8:45 സമയം. കാണില്ലേ ഐസ്? ഇതാണ് പ്രശ്നം. ഇങ്ങനെ വെള്ളം പോയിടത്തൊക്കെ ഇങ്ങനെ ഐസായിരിക്കും. അതാണ് ഒരു പ്രശ്നം. സ്ലിപ്പാവാൻ വേറെ എവിടേക്കും പോണ്ട. ഐസാണ് ആ കാണുന്നതൊക്കെ ഫുള്ള്. കണ്ടില്ലേ? ഇതാണ് അവസ്ഥ. സൈഡിലൊക്കെ ഫുള്ള് കണ്ടില്ല, ഐസാണ്. അപ്പം നമ്മൾ ഇനി എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ നമ്മൾ എത്ര നോക്കിയിട്ടാണ് ഇനി അടുത്ത പ്ലാൻ. ബോംബെയിലേക്ക് ഇവിടുന്ന് 138 കിലോമീറ്റർ ഉണ്ട്. അത് ഇനി എത്ര കിലോമീറ്റർ ഉണ്ട് നമ്മൾ എത്തുന്ന അറിഞ്ഞൂടാ. സംഭവം ശരിക്കും ബോംബെയിൽ സ്റ്റേ ചെയ്തിട്ട് പോവായിരിക്കും നല്ലത്. നമുക്ക് നോക്കാം എങ്ങനെ ലേറ്റ് ആവില്ലേ നോക്കിയിട്ടേ. ഇവിടെ ഫുൾ ഐസാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെ വരുമ്പോൾ ഷൂട്ട് ചെയ്തിരുന്നു. അത് കണ്ടില്ലേ ഈ ഐസ് നോക്കണമെങ്കിൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഐസ്. വെള്ളം ഫുള്ള് ഫ്രീസായിട്ട് നിൽക്കണം കണ്ടില്ലേ. ഇനിയുണ്ട് പോണ വഴിക്കുണ്ട്. കണ്ടില്ലേ ഫുൾ ഐസാണ് കേട്ടോ. റോഡിലൊക്കെ ഐസ് തന്നെയാണ്. നമ്മൾ ശരിക്കും ഇങ്ങോട്ട് തവാങ്കിലേക്ക് പോകുമ്പോൾ ഇവിടെ ഷൂട്ട് ചെയ്തിരുന്നു. പക്ഷേ ബാറ്ററി അപ്പോഴേക്കും കഴിഞ്ഞു. ഫുള്ള് ഐസാണ്, ഫ്രീസായിട്ട് നിൽക്കണതാണ് വെള്ളം ഫുള്ള്. നമ്മൾ നിർത്തിയുള്ളത് പൈസയില്ല കേട്ടോ. ഇത് കണ്ടില്ലേ വെള്ളം ഒഴുകി വരണതാണ്. ഫുള്ള് ഫ്രീസായിട്ട് നിൽക്കുകയാണ്. ഇനി നമുക്കപ്പോൾ സിലാപാസിൽ കാണാം. സിലാപാസിലൊരു ലേക്ക് ഉണ്ട്. ആ ലേക്ക് ഫ്രീസായിട്ട് നിൽക്കണത്. അപ്പോൾ അവിടെ നിന്ന് പോകുന്ന വഴിക്ക് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ സിലാപാസ് എത്തി. ആ സൈഡിലായിട്ടാണ് സിലാപാസ് ഉള്ളത്. അപ്പോൾ എത്തിനായിട്ട് മുന്നിലുള്ളൊരു ലേക്ക് കണ്ടപ്പോൾ നിർത്തിയതാണ്. നമ്മൾ അന്ന് വരുമ്പോൾ ഇവിടേക്ക് ആൾക്കാർ ഇറങ്ങിയിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ഇറങ്ങാനൊന്നുമില്ല. അപ്പോൾ ഗൈസ് ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ചായ കുടിച്ചത്. അതിൻ്റെ ഉള്ളിൽ തന്നെ ബോട്ടിലും ഉണ്ട് കേട്ടോ. അതായത് കൗണ്ടറടി ഉണ്ട് അതിൻ്റെ ഉള്ളിലും. ചായ കുടിക്കണ പോലെ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ബ്രാൻഡിയും കുടിക്കാം. അങ്ങനത്തെ ചായക്കടയാണത്. പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ ഫുള്ള് തണവാണ്. ബോഡി ഹീറ്റാകാൻ വേണ്ടിയിട്ട് കുടിച്ചേ പറ്റൂ.